വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ 4 പൈൽ വെച്ചിട്ടുണ്ട്. നമ്മൾ 4 പൈൽ, ഈ 4 പൈലിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. പൈൽ നമ്പർ 1, 2, 3, 4 അങ്ങനെ 4 പൈൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 പൈലിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൈൽ സെലക്ട് ചെയ്യുക. ഓരോന്നിനും നമ്മൾ ഓരോ ഡോളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പൈൽ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ആരായിരിക്കും ഭാവിയിൽ നിങ്ങളെ വിവാഹം ചെയ്യാൻ പോകുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഭാവി വരൻ ആരാണ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക. ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊനേഷൻ സംഭവിക്കണമെന്നില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തൊരു വിട്ടേക്കാം. മെഡിറ്റേഷൻ്റെ ഒരു കുഞ്ഞു ബൈറ്റ് വയ്ക്കുന്നുണ്ട്. എല്ലാവരും ഓടി പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഫൈറ്റ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഓരോ സ്റ്റോണും നന്നായി നോക്കുക. ഫസ്റ്റത്തെ വരുന്നത് ഈ ഒരു റെഡ് റിലേറ്റ് ചെയ്തൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു സ്റ്റോണാണ്. സെക്കൻഡ് വളരെ വലിയ ഒരു ക്ലിയർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു കാർഡാണ് സെക്കൻഡ് പൈൽ. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഗ്രീൻ കല്ല്. ഫോർത്ത് പറയണത് ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ്
പ്യുവർ വൈറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു പൈല് സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ടാണ് ഓടി വന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ട് ഫസ്റ്റ് പൈലിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൈല്. എല്ലാവരും സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടാണ്. എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്, ഫസ്റ്റ് പൈല്, അതായത് ഈ പിങ്ക് പ്യുവർ കളറിലുള്ള ഈ ഒരു കോട്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഉള്ള മെസ്സേജാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ്ലി തന്നെ യൂണിവേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യെസ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സ് അതിനൊരു ആൻസർ ഈ സമയം തന്നു കഴിഞ്ഞു. ആൻഡ് നിങ്ങളുടെ ഭാവി വരൻ, നിങ്ങൾ ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ വ്യക്തിയുമായിട്ട് പരിചയത്തിലായി കാണണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കണം. നിങ്ങൾ തമ്മിൽ വളരെയധികം നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയും അതൊരു ലവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ അത് ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയും നിങ്ങളത് പുറത്തേക്ക് വിട്ടിട്ടില്ല. ലവ് എന്നുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടു കൂട്ടരുടെ മനസ്സിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു കാര്യം കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആൻഡ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് മിങ്കിളാവാൻ പറ്റുന്ന, നല്ല രീതിയിലുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുന്ന നല്ല വ്യക്തികളെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാവിയിൽ. ഓൾറെഡി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുമായിട്ട് ഒരുപാട് പരിചയത്തിലുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുമായിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പം. പക്ഷേ അത് നിങ്ങൾ ലവായിട്ട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രണ്ടുപേരുടെ മനസ്സിൽ ഈ ഒരു കാര്യമുണ്ട്, പക്ഷേ അതൊരു ലവ് എന്ന രീതിയിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്കിതിൽ കാണുന്നത്. സോ നിങ്ങളുടെ വ്യക്തിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു യെസ് എന്നുള്ള ഉത്തരം പറയുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിയിൽ നോക്കാനും വളരെയധികം സ്നേഹത്തോടെ വളരെയധികം പ്യുവറായിട്ട് 100% പ്യുവറായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഈ പറയുന്ന വ്യക്തികളെന്ന് പറയും. ഫിനാൻഷ്യലി വളരെ എബിളായിരിക്കും അവർ. ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി കൈവന്നിട്ടുള്ള വ്യക്തികളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാവുന്ന സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റെബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഹൈറ്റും, അതായത് ഹൈറ്റും താഴെ വീണാൽ എത്രത്തോളം ഉണ്ടെന്നും നല്ല രീതിയിൽ അറിഞ്ഞു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരാളാണ്. അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെയും ആഗ്രഹവുമായിരുന്നത്. ഉയരങ്ങളും താഴ്ചകളും നന്നായിട്ട് കൂട്ടിയും കിഴിച്ചും അറിയുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു വലിയ ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ. കാരണം ഈ വ്യക്തി നിങ്ങളെ അത്രയ്ക്കും പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് നിങ്ങളെ കാണുന്നതും, അത്രയ്ക്കും പ്രാധാന്യത്തോടെയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ചെയ്തു തരുന്നതും. നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ വിഷമമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ സങ്കടമായിക്കൊള്ളട്ടെ, ഏത് കാര്യമാണെങ്കിലും നിങ്ങളെ വളരെ പെർഫെക്റ്റായ രീതിയിൽ നോക്കാനും പൊന്നുപോലെ കൊണ്ട് നടക്കാനും കൈവെള്ളയിലിട്ട് നിങ്ങളെ നോക്കാനും കഴിവുള്ള വ്യക്തികളാണ്. ഓൾസോ നിങ്ങളും അവരെ തിരിച്ചും സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇണങ്ങിയും പിണങ്ങിയും വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു
കാര്യമായിട്ടാണ് കാണുന്നത്. സോ നിങ്ങൾ ഇതുവരെയും പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് സത്യം. ഓൾമോസ്റ്റ് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ചിലർ പറയാൻ മടിച്ച് ഏത് രീതിയിൽ എടുക്കും എന്ന് ആലോചിച്ച് പറയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് അത് തിരിച്ച് പറയുക. അവരത് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, അവരോടത് പറയുമ്പം അവരുടെ ഉള്ളിലെ സന്തോഷം നിങ്ങൾക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിലും അധികമായിരിക്കും. നിങ്ങളെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നീക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ പറയുന്നവർ. എൻ്റെ ഏഞ്ചൽസിൻ്റെ ഒറാക്കിൾ കാർഡ്സ് നോക്കാം. ഇതിൽ പറയുന്ന കണ്ടോ, റൊമാൻസ് നല്ല രീതിയിലുള്ള വ്യക്തികളാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അതേ സെയിം വേർഡാണ്, വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ വർണ്ണനാതീതമാണ്. നിങ്ങൾ തമ്മിലൊരു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിലേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ പലരും മാരീഡ് ലൈഫിലേക്ക് വരുമ്പോൾ ജീവിതം എന്താണെന്ന് അറിയുമ്പോൾ ഈ പണ്ടത്തെ പ്രണയം കാര്യങ്ങളൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ജീവിതത്തിൻ്റെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം അത്രമാത്രം നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ജോലിക്ക് പോയാൽ പോലും തിരിച്ച് വന്ന് നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ സ്നേഹിക്കുന്ന, എന്താ പറയുക, ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാന്ന് വെച്ചാൽ തിരിച്ചു വരുന്ന സമയത്തും ചിലർ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തും നിങ്ങളുമായിട്ട് സ്നേഹിക്കാനും അതിനുള്ള സ്നേഹം കണ്ടെത്താനൊക്കെ ഉള്ള ഒരു സമയം ഈ വ്യക്തി കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഏഞ്ചൽസ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ആ മറുപടി മേടിക്കണമെങ്കിൽ മെഡിറ്റേഷനിലൂടെ ഏഞ്ചൽസിനോട് മറുപടി അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് യൂണിവേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ. വളരെയധികം ഫ്രഷ്, എനിക്ക് ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഭയങ്കര ഫ്രഷാണ് എൻ്റെ മൈൻഡ്. അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും തകർത്തെറിയാൻ പറ്റുന്നതോ ആർക്കും അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കളയാൻ പറ്റുന്നതോ ആരെങ്കിലും വിചാരിച്ചാൽ ബ്രേക്ക് ആക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വരുമ്പോൾ. നിങ്ങളൊരു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിൽ കുറേ പേര് എക്സ്ട്രാ മെറിറ്റൽ ആയിട്ടുള്ളവരെ കാണുന്നുണ്ട്. സോ നിങ്ങളായാലും പറയുന്നത് എന്താ, നിങ്ങളുടെ ലൈഫ് അത്രയ്ക്കും ഹാപ്പിയസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഭാവിയിൽ നിങ്ങൾ ഒന്നാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നാവാൻ ഒരു സിറ്റുവേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതൊട്ടും കളയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരാം, ഈ കാര്യത്തിന് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്താലാണ് എനിക്കിപ്പോൾ ഒരു ആൻസർ കിട്ടുക, അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഇപ്പോൾ എന്താണ് ഒരു ആൻസർ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, പല കാര്യത്തിനും ആൻസറുകൾ നമുക്കുണ്ടാവില്ല. പല കാര്യത്തിനും ആൻസറുകൾ പറയുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പലതിനും ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. ലൈഫാണ്, ലൈഫിൻ്റെ പല സ്റ്റേജുകളാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും ആൻസറുകൾ നിങ്ങൾക്ക് അത് ആക്യുറേറ്റ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ശീലമാക്കുക. ഡെയിലി നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ ജീവിതചര്യയിൽ ഒരു പാർട്ടാക്കുക. എന്ത്? മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം. മെഡിറ്റേഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ആ എഫക്റ്റീവായിട്ടുള്ള ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ, ലൈഫിൻ്റെ ഓരോ സ്റ്റേജുകളിലെത്തുമ്പോൾ അത് എത്രമാത്രം നിങ്ങളെ പ്രാധാന്യവൽക്കരിക്കുന്നു എന്നുള്ളത് ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ അത് എത്രത്തോളം നിങ്ങൾക്കത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ട്രോമാസ് വരാം. പല ജീവിതത്തിൽ ഇപ്പോൾ ഓൾറെഡി മാരേജ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ, മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരാം. ആ പ്രശ്നങ്ങൾ വരുമ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുമായിട്ട് ഒരുമിച്ച് ചേർന്ന്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് കൈയോട് കൈ ചേർന്ന് തോളോട് തോൾ ചേർന്ന് അവരുടെ ഒപ്പം നിന്ന് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് പോവുക. നിങ്ങൾക്ക് ഹാപ്പിനെസ് എവിടെ നിന്നാണോ കിട്ടുന്നത് ആ സ്ഥലത്തേക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലായോ?
അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ പങ്കാളി എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടറിന് ഉടമയാണ്. നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയാണ്. ആ ഒരിക്കലും ഒരാളുടെ ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് അവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വഭാവം അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ, ഇപ്പോൾ വയസ്സായ കുറച്ച് പേര് വന്നപ്പം എഴുന്നേറ്റ് നിന്നു, അവരെ റെസ്പെക്റ്റ് ചെയ്തു, അത് അയാളുടെ ബിഹേവിയറാണ്. അതൊരിക്കലും അയാളുടെ സ്വഭാവമാവില്ല, അത് അയാളുടെ ക്യാരക്ടർ ആവത്തില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അയാൾ നല്ല മനുഷ്യനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൾ വീടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അപ്പുറം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ലൈഫിനെ വളരെ ചൂതാടുന്ന രീതിയിൽ കാണുന്ന ഒരാളായിരിക്കും. നമുക്കതൊന്നും അറിയില്ല. നമ്മൾ എന്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ചിന്തിക്കുക എന്താ, അയാൾ ആ വയസ്സായ ആൾക്കാരുടെ മുമ്പിൽ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നിന്നു, അവരെ നല്ല രീതിയിൽ നോക്കി കണ്ടു. അത് വെച്ച് നമ്മൾ ഒരാളെയും വിലയിരുത്തരുത് സുഹൃത്തുക്കളെ. സോ നിങ്ങൾ ചിന്തിക്കുന്ന, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ്. പക്ഷെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബിഹേവിയർ അല്ല, ഒരിക്കലും ബിഹേവിയർ അല്ല. ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ കൂടെ നമ്മൾ 1 മാസം 2 മാസം ചിലവഴിക്കുമ്പോൾ, ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോൾ അവരുടെ ഓരോ സ്വഭാവങ്ങളും നമുക്ക് മനസ്സിലാവും. അതാണ് ക്യാരക്ടർ. ഒരു കാരണവശാലും ഒരാളുടെയും ക്യാരക്ടർ നമുക്ക് പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളുടെയും ക്യാരക്ടർ നമുക്ക് അത്ര പെട്ടെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു 5% അവർ ഒളിച്ചു വെക്കും. അത് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ വളരെ പാടായിരിക്കും. കാരണം പുറത്ത് അഭിനയിക്കുന്നവരാണ് കൂടുതലും. 4 ആൾ വന്നാൽ, ഒരു 4 ആൾ കാണുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പുറത്ത് അഭിനയിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. സോ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളല്ല. ഈ പാർട്ട്ണറുടെ ബിഹേവിയറും മാനറിസം ക്യാരക്ടറും എല്ലാം വളരെ പക്കാണ്. അത്രയും ബെറ്റർ ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചോളൂ. ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ട് പോകാൻ ഇവർ ഒരിക്കലും താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർ ഫ്യൂച്ചർ സ്പൗസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ പറയുന്ന സമയത്താണ് അതിനൊരു പ്രതീക്ഷയുടെ വൈക്കോൽ തുമ്പ് എന്ന് പറയുന്ന പോലെ അത് നാമ്പിടുകയുള്ളൂ. അപ്പം നിങ്ങളും പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് അത് തന്നെയാണെങ്കിൽ ഹിറ്റ് ചെയ്യുക. നിങ്ങൾ ഹിറ്റ് ചെയ്ത് സംസാരിക്കുക. നിങ്ങൾ ഇനിയും നിങ്ങൾ മടിച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് കുറച്ച് മടി കാണിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ മടി കാണിച്ച് ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ആ മടി വെച്ചിരിക്കുക, അങ്ങനെ മടി വെച്ചിരിക്കുന്നത് വഴി നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ലഭിക്കുക, അതൊന്നുമില്ല. നിങ്ങൾ മിണ്ടാതിരിക്കും തോറും എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും എന്നൊന്നും ചിന്തിക്കരുത്. പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു പിങ്ക് സ്റ്റോൺ എടുത്തിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റൊമാൻസ് ഏജിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടായിരിക്കാം, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഏഞ്ചൽസിനോട് ചോദിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ വഴി പല കാര്യങ്ങൾക്കുള്ള ഒരു ആൻസർ കിട്ടുന്നതാണ് പറയുന്നത്. മെഡിറ്റേഷൻ വഴി നമുക്ക് കുറേ കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ജീവിതചര്യയാക്കുക. എന്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഡെയിലി നമ്മളൊരു 10 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ആഗ്രഹമുള്ളവർ പറയാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എന്താണെന്നും ഏറ്റവും കൂടുതൽ അറിയേണ്ടവരാണ് നിങ്ങൾ. മെഡിറ്റേഷൻ ഒത്തിരി പേർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്ന ഒരു തിങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ നേടിയെടുത്തിട്ട് കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ള ആളുകളാണ്. ആൻഡ് വളരെയധികം ആൾക്കാരെ മെരുക്കി കയ്യിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഉടമയാണ്. അതായത് ഈ പറയുന്ന പോലെ ബിഹേവിയറും മാനറിസവും വെച്ചിട്ട് ആൾക്കാരെ ചാക്കിലാക്കുന്ന വിദ്യയല്ല. സിൻസിയർ ആയിട്ട് തന്നെ ആളുടെ ഉള്ള നാച്ചുറാണ് അത്. ആരെ കണ്ടാലും അവരുടെ അടിമയാവും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈ പേഴ്സൺ ആരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ അവർ ഇയാളുടെ പെറ്റാവും. ഇയാളുടെ പെറ്റാവെന്ന് വെച്ചാൽ അവരുടെ പെറ്റാവും ഇയാൾ. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ആ സംസാരിച്ച ആളുടെ പെറ്റാവും. കാരണം അത്രയ്ക്കും
ഒരു ഇൻറ്റിമസി സംസാരിക്കുമ്പോൾ വളരെ പ്ലീസ് ചെയ്ത് സംസാരിക്കുക, വളരെ വിനയത്തോടുകൂടി ഭയങ്കരമായിട്ട് വിനയം കാണിക്കുന്ന വ്യക്തിയാണ്. ഒന്നിനും ഒരു അഹങ്കാരമില്ല, വളരെ ഉള്ളിലെത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല. നിങ്ങളോടും അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ പെരുമാറുന്നത്, നല്ല രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നതും. അത്രയ്ക്കും അധികം സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. ഇനി ഈ പൈൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ അതർ പൈൽസും കൂടി കണ്ടു നോക്കുക, ഏതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില സമയത്ത് മൈൻഡിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മൂലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കാണാൻ തോന്നുന്നത്, ഞാൻ വേണമെങ്കിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം. അപ്പോൾ ഏതാണ് കാണാൻ തോന്നുന്നത് അത് നിങ്ങൾ കാണുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പൈൽ നമ്പർ 2 പോകാം. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2 നമുക്ക് കിട്ടിയിരിക്കുന്നത്. പൈൽ നമ്പർ 2 നമുക്ക് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. സെക്കൻഡ് പൈല് വന്നിട്ടുള്ളത് നമുക്ക് മെയിൻ കാർഡ്, നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോണാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, ഈ ഒരു ഓഫ് വൈറ്റ്. ആൻഡ് ഇതിൻ്റെ മെയിൻ കാർഡിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സക്സസ് ആണ്. സക്സസ് എന്ന് പറയുന്ന സംഭവമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾ പലരും നിങ്ങളുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു കഴിഞ്ഞു. എക്സ്ട്രാ മെറിറ്റലായവരെയും കാണുന്നുണ്ട്, അങ്ങനെ പലരെയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രണയം നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ പ്രണയം തുറന്ന് അവരോട് പറഞ്ഞു. അവരൊരു പോസിറ്റീവ് റെസ്പോൺസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് അവർ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. അവർക്ക് നിങ്ങളോടൊപ്പമുള്ള ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വളരെ താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളുടെ ഒരു പല കാര്യങ്ങളിലും നിങ്ങളെ അവർ അനുകരിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ ലൈഫിനെ കാണുന്ന രീതി, നിങ്ങളെ ലൈഫിനെ ആരാധിക്കുന്ന രീതി, ഇതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് കാണുന്നുണ്ട്. ജീവിതത്തെ പറ്റിയിട്ട് വളരെ വളരെ നല്ല കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം, വെറുതെ വഴിപാടാണോ, ജീവിതത്തെ എങ്ങനെയൊക്കെ കാണണം എന്നൊക്കെ വളരെ മെച്യൂർഡായിട്ട് തീരുമാനിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി വളരെ നല്ല കാഴ്ചപ്പാടുകളോട് കൂടി ജീവിക്കാൻ പറ്റുന്നവരാണ് ഇവരെല്ലാവരും. കാരണം മാരേജ് ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫ്, ഫ്യൂച്ചർ പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കാരണവശാലും സ്വന്തം പാർട്ട്ണറെ വേദനിപ്പിക്കാനോ പഠിക്കാനോ തൊഴിക്കാനോ ഒക്കെ പലർക്കും ഇപ്പോൾ തോന്നും. ഇന്നത്തെ കാലത്ത് സ്വന്തം പാർട്ട്ണറെ വേദനിപ്പിക്കാനും അടിക്കാനും ഇടിക്കാനും ഒക്കെ പല ആൾക്കാരുകൾക്കും തോന്നും. പക്ഷേ അതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് എനിക്കിവിടെ അഗെയിൻ ഓർമ്മ വരുന്നു. നാം എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സെയിം തിങ് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ഇവർ. കാരണം സ്വപ്നങ്ങളെ കൂടെ പ്രണയിച്ചു കൊണ്ട് നടക്കുന്നവരാണ് ഇവർ. സ്വപ്നങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചവരാണിവർ. അല്ലെങ്കിൽ സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു വലിയ അർത്ഥം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് ഇവർ. ഉറക്കമുണർന്നിരുന്ന് കാണുന്ന ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ, ഉറങ്ങുന്ന സമയത്തല്ല, ഉറക്കമുണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ അന്യോന്യം പരിശ്രമിക്കാൻ കഴിവുള്ളവരാണ് ഈ വ്യക്തികൾ. അതുപോലെ തന്നെ എന്താ പറയുക,
നേടിയെടുക്കാൻ വേണ്ടി വളരെയധികം ഓരോ സ്വപ്നവും നേടിയെടുക്കാൻ വേണ്ടി അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തെ വളരെ നല്ല കാഴ്ചപ്പാടുകൾ കൊണ്ട് മുന്നോട്ട് കാണാനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഫൈറ്റ് ചെയ്ത് ജീവിക്കാനും കഴിവുള്ള വ്യക്തികളാണ്. ഈ വ്യക്തിയും പല സ്ഥലത്ത് തോൽവി അനുഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തികൾ പല സ്ഥലത്തും തോൽവി അനുഭവിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ ചിന്തിക്കുന്ന, ആ മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യം എന്താ? പരാജയപ്പെടാം, വിജയിക്കാം, അവിടെ നിന്ന് എണീറ്റ് ഓടാനും പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നടക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് എണീറ്റ് ഓടുക. പരാജയപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടുക. നെക്സ്റ്റ് പ്രോസസ് ഓടുക എന്ന് പറഞ്ഞാൽ കണ്ടം വഴി ഓടുക എന്നല്ല. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണോ, ആ നമ്മൾ ലക്ഷ്യം വെച്ച കാര്യത്തിന് നെക്സ്റ്റ് എന്താണോ ഇനി ചെയ്യേണ്ടത്, ആ കാര്യം ചെയ്യാൻ നോക്കുക. അല്ലാതെ അങ്ങനെ എണീറ്റ് കണ്ടം വഴി ഓടാനല്ല പറഞ്ഞത്. നെക്സ്റ്റ് ഇനി എന്താണോ ആ കാര്യം, എൻ്റെ എയിമിലേക്ക് എത്താൻ നെക്സ്റ്റ് എന്താണോ വേണ്ടത് അതാണ് ചെയ്യാൻ നോക്കുക. ആ വലിയ സാഹസത്തിൻ്റെ ഓരോ പേജുകളാണ് അത്. അങ്ങനെയുള്ളവരുടെ വലിയ വലിയ സാഹസങ്ങളുടെ ഓരോ പേജുകളാണ്. അങ്ങനെയാണ് പറയുന്നത്. ഈ കാർഡ്സുകളിൽ നിന്നും എനിക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളും പരാജയപ്പെട്ട് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഉണർന്നെഴുന്നേറ്റ് ഓടുന്നവരെയാണ് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത്. അപ്പം നിങ്ങളെ ഇവർ സ്നേഹിച്ചാൽ നിങ്ങളെ പൊന്നു പോലെ നോക്കും എന്നുള്ളത് വളരെ അർത്ഥതലങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് സക്സസ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് വന്നതും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികൾ തന്നെയാണ്. ചില കാര്യങ്ങളിൽ ഡബ്ലിങ് സിറ്റുവേഷനൊക്കെ വന്നാലും അവർ അതിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. അതായത് മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചോ പല കാര്യങ്ങൾ ചെയ്തും അവർ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് മാജീഷ്യൻ പവർ, വളരെയധികം മജീഷ്യൻ പവർ ഉള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. സ്വന്തമായിട്ട് വിചാരിച്ച കാര്യങ്ങൾ, ഡ്രീംസ് സക്സസ് ആക്കാൻ കഴിവുള്ള, മാനിഫെസ്റ്റ് ചെയ്തും ജേണൽ ചെയ്തും വിഷ്വലൈസ് ചെയ്തും ഒക്കെ സക്സസ് ആക്കാൻ കഴിവുള്ള ഒരുപാട് വ്യക്തികളെ എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. അവരെ ഞാൻ ധീരനായ യോദ്ധാവെന്ന് വിളിക്കും. നമ്മൾ തോറ്റു കിടന്നാലും അശ്രാന്തം പരിശ്രമിക്കുന്ന, ഇനിയും ഇനിയും എഴുന്നേറ്റ് പരിശ്രമിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ഒരു പ്രാവശ്യം തോറ്റുപോയി, ഞാൻ വീണുപോയി, ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഇനി മുന്നോട്ട് ഞാൻ എങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കാതെ, നമ്മുടെ ലൈഫ് കുറച്ചേ ഉള്ളൂ, നമ്മുടെ ലൈഫ് ഇത്തിരിയേ ഉള്ളൂ. ആ ലൈഫ് എത്രത്തോളം മനോഹരമാക്കാം, ആ ലൈഫ് എത്രത്തോളം പ്രായോഗികമാക്കാം, എത്രത്തോളം അത് പ്രായോഗിക ബുദ്ധിയോടുകൂടി മുന്നോട്ട് നീക്കാം എന്നുള്ള ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടായാലും സ്വന്തം ജീവിതം ഉള്ളം കയ്യിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഒരിക്കലും ഫൂളാവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. ജീവിതത്തിൻ്റെ കയ്പും എരിവും മധുരവും ഒക്കെ അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ പോകുന്ന വ്യക്തികളാണ്. സോ നിങ്ങളെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന വ്യക്തികളാണ്. നിങ്ങളുമായിട്ടൊരു ഭാവി ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നത് എല്ലാവരും കാണുന്നതായിട്ടും കാണും. നിങ്ങൾ പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ആളുകളും പറയാത്തവരുണ്ടെങ്കിൽ പറയണം എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം അത് പറയുന്നത് വഴി നിങ്ങൾക്ക് പല മെസ്സേജസും യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. നിങ്ങൾ പല കാര്യങ്ങളും ടെൻഷൻ അടിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നോ നീഡ് ടു വറി. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഡീപ്ലി മെഡിറ്റേഷൻ്റെ പ്രാധാന്യം ഞാൻ ഫസ്റ്റ് പൈൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കേണ്ടവർ അതിൽ പോയി കേൾക്കൂട്ടോ. കാരണം മെഡിറ്റേറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നവരാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നവരാണ്. സോ നിങ്ങൾ ഇനിയും ചിന്തിക്കണം എന്തെന്ന്, മുന്നോട്ടുള്ള ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇതാക്കി വന്നേക്കാം. ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീങ്ങുക. ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ഒക്കേഷൻ നമുക്ക് എൻഡ് ഓഫ് ദ ലൈഫ് ഉണ്ടാവുന്ന കാണുന്നത്. ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്. സോ അതിനൊക്കെ റിക്കവറി ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറയുന്നുണ്ട്.
പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരുമ്പോഴേ ടെൻഷൻ അടിച്ച് പകച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് ഒരു ഒപ്പീനിയൻ എടുത്ത് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. ഒരിക്കലും പകച്ചു നിൽക്കരുത്, ടെൻഷൻ അടിക്കുകയും ചെയ്യരുത്. പോസിറ്റീവായിട്ട് നീങ്ങുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഞാൻ മുന്നത്തെ റീഡിങ്സിൽ പറഞ്ഞ പോലെ പരിശ്രമിക്കുക, ട്രൈ അഗെയിൻ. ആൻഡ് ഇഫ് യു ക്യാൻ ബിലീവ്, അതായത് ഇഫ് യു ക്യാൻ ബിലീവ് യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസ്. നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഏൺ ചെയ്യും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ സംശയദൃഷ്ടിയോട് കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും കാണുന്നത് എങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും അതിൽ നിന്നൊരു സക്സസ് നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കില്ല. എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ നേരിടേണ്ടി വരും. സോ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള പ്രണയം വളരെ നല്ല പ്രണയമാണ്. നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് പോകാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങളുമായിട്ടൊരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുമെന്ന് കാണുന്നുണ്ട്. വിഷ്വലൈസ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് തന്നെ കാണുന്നുണ്ട്. സോ നിങ്ങളത് പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലതിച്ചതീശൻ. ഞാനിത് മുന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഗെയിൻ ആൻഡ് റിപ്പീറ്റഡ് വേർഷൻ ആവരുത്. പരിശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും പരിശ്രമിച്ചാൽ നേടാനാവും വിധം കഴിവുള്ള കൈകളെയാണ് നമുക്ക് തന്നിട്ട് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ ആര് പരിശ്രമിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും വിധമുള്ള കൈയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പരിശ്രമിക്കേ വേണ്ടൂ. അപ്പോൾ പരിശ്രമിക്കൂ, എല്ലാം നേടാൻ പറ്റും, എല്ലാം സക്സസ് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്ങിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരാനുള്ള കുറുക്ക് വഴിയാണ്. എനിവേ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയില്ലെങ്കിൽ അടുത്തുള്ള പൈൽ കൂടി കാണാൻ നോക്കുക. ഞാൻ ടൈം സ്റ്റാമ്പ് വെച്ചേക്കാം. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി അടുത്ത പൈലിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. പൈൽ നമ്പർ 3 ക്ലിയർ ഗ്രീൻ കോട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മെയിൻ കോഴ്സായിട്ട് വന്നിരിക്കുന്നത്. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇഫ് യു ബിലീവ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. മനസ്സിലായോ? ഇഫ് യു ബിലീവ് യു ക്യാൻ ഡു ഇറ്റ്. മനസ്സിലായോ? നിങ്ങളത് വിശ്വസിക്കുന്ന സമയം മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസം വളരെ കുറവാണ്, പ്രതീക്ഷ വളരെ കുറവാണ്. നിങ്ങൾ എത്രമാത്രം അതിനെ വിശ്വസിച്ച് ആശ്രയിക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് നിനക്കതിൻ്റെ റിസൾട്ടും കിട്ടുള്ളൂ. നീ എന്ത് ചെയ്യുന്നു? നീ വിശ്വസിക്കാതെ ഒരു ഡബിൾ മൈൻഡ്, നിനക്കൊരു ഡബിൾ മൈൻഡ് ഉണ്ട്. കണ്ടോ? ഇതൊന്നും നടക്കൂല എന്നൊരു ഒരേ സമയം നിങ്ങളിത് നടക്കൂല എന്ന് ചിന്തിക്കും, നടക്കും എന്ന് ചിന്തിക്കും, എന്നിട്ട് രണ്ട് കാര്യങ്ങളും ചെയ്യും. സോ നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു മൈൻഡിൽ നിൽക്കുക. രണ്ട് മൈൻഡിലും കൈയിട്ടും കാലിട്ടും നിൽക്കാതെ നടക്കില്ല വേണ്ട വിട്ടുകളയുക. നടക്കും എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. രണ്ട് ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്ന പക്ഷം നിങ്ങൾക്കൊരു വിശ്വാസക്കുറവാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ജേണൽ ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനു കൊള്ളാം? നിങ്ങൾ ഈ ഡബിൾ മൈൻഡ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് അട്രാക്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ, നിങ്ങൾക്കത് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുക. ഇത് ഉറച്ച് വിശ്വസിക്കുന്നു എന്നിപ്പോൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഉറച്ച് വിശ്വസിക്കുക. മനസ്സിലായോ? ഉറച്ച് വിശ്വസിക്കുക. നമുക്ക് 3 ചാനലുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പം നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കാരണം നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഫിസിക്കലി നിങ്ങൾ അടുത്തല്ല, മെൻ്റലിയും അടുത്തല്ല. നിങ്ങൾ തമ്മിലൊരു വലിയ ഡിസ്റ്റൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം എന്തൊക്കെയോ കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, വഴക്കിട്ട് പോയിട്ടുണ്ട്.
പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ. കാത്തിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ആ വ്യക്തിയില്ലാതെ ഒട്ടും ജീവിക്കാൻ പറ്റത്തില്ല, ആ വ്യക്തിയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോവാണ്. പക്ഷെ എങ്കിൽ പോലും ചില സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യാനുള്ള കഴിവില്ല, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അറിയത്തില്ല. നിങ്ങളെപ്പോഴും ഞാൻ വലിയ ആളാണ്, എൻ്റെ കാര്യങ്ങൾ വലുതാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണ്. ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തില്ല. നിങ്ങളൊരു ഇഷ്ടമായിരുന്നു, ഒരുപാട് കാലം നിങ്ങൾ സ്നേഹിച്ചു, പ്രണയിച്ചു, ഒന്നിച്ച് ജീവിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ അകലെയാണ്. ഒരു കോണ്ടാക്ട്ലെസ് റിലേഷൻഷിപ്പാണ്. പരസ്പര സ്നേഹമുണ്ട്, രണ്ട് കൂട്ടർക്കും സ്നേഹമുണ്ട്. പക്ഷേ ഈഗോയും ഹെഡ് വെയ്റ്റ്, തലക്കനം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പരസ്പരം പറയാൻ പറ്റാത്ത അവസ്ഥ, ബ്ലോക്കിംഗ് സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു, ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു, വഴക്കുകൾ തന്നെ. മെയിനായിട്ടും കാണുന്നത് നിങ്ങളുടെ റെസ്പോണ്ടിങ്സ് ഈസ് ടു ഹൈ. രണ്ടുപേരുടെയും പ്രതികരണ മനോഭാവത്തിൽ കൂടുതലാണ്. നിങ്ങൾ പ്രതികരിക്കുന്ന രീതി കുറച്ചൊന്ന് കുറയ്ക്കുക. ഞാനത് മുന്നത്തെ റീഡിങ്സിലും പറഞ്ഞിട്ടുണ്ട്. കണക്റ്റീവ് ആവുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 3 ചാനലിൽ സബ് ചെയ്ത് വെക്കുക. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ വരില്ല അവരുടെ അടുത്തേക്ക് വരില്ല എന്ന് വിശ്വസിക്കുന്ന സമയം ഒരേ സമയം പറയുകയും ചെയ്യും, അപ്പുറത്ത് വരും എന്ന് പറയും ചെയ്യും. അങ്ങനെ നിൽക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിൽക്കുക, വിശ്വസിക്കുക, അവർ തിരിച്ചു വരും. മാനിഫെസ്റ്റ് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് മാനിഫെസ്റ്റ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നടക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഒരിക്കലും നടക്കാതിരിക്കില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും കാത്തിരിപ്പാണ്. ഒരു ദിവസം എല്ലാം സെറ്റാവും, ശരിയാവും, ഓക്കെ ആവും എന്നൊക്കെയുള്ളൊരു കാത്തിരിപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ്. അത് ശരിയാവും, ഇത് ശരിയാവും, എല്ലാം ശരിയാവും, എല്ലാം പോസിറ്റീവ് ആവും. നമ്മുടെ നൻപനിൽ വിജയ് പറഞ്ഞതുപോലെ ഓൾ ഈസ് വെൽ, അങ്ങനെ ചിന്തിക്കുക. ആൻഡ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇറൈസ് ഇറ്റ്, മാച്ചു കളയുക. മനസ്സിലായോ? ഓരോ നിമിഷത്തിൻ്റെയും വാല്യൂ, നിങ്ങൾ അടുത്തില്ലാത്ത ഓരോ നിമിഷത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഓരോ നിമിഷത്തിൻ്റെയും വാല്യൂ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അടുത്തില്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയത്തിലൂടെയൊക്കെ കടന്നു പോകും. അപ്പം നിങ്ങളോട് ഫസ്റ്റ്ലി പറയും, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, എത്ര സമയം, എത്ര നിമിഷം, എത്ര ഡേയോ ഒന്നൊന്നും അറിയാതെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അത്രയ്ക്കും അധികം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെ എപ്പോഴും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊരു തിരിച്ചു വിളിക്കും, എൻ്റെ അടുത്തേക്ക് വരും, എന്നെ വിളിക്കും, എന്നെ കാണും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. നേരെ തിരിച്ച് റിവേഴ്സും ആവാട്ടോ. നിങ്ങളായിരിക്കും എന്നെ വിളിക്കും, എന്നെ ഇതാക്കുമെന്ന് വിചാരിച്ച് നിങ്ങളായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ സമയമാകുമ്പോഴേ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുള്ളൂ. മനസ്സിലായോ? നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മുടെ സ്നേഹം തിരിച്ച് മനസ്സിലാക്കിയിട്ട് വരണം എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ടും സിൻസിയറായിട്ടും നിങ്ങളെ കാണാൻ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളെ ഒരു വഴിയിൽ ഉപേക്ഷിച്ച് പോകാനൊന്നും പറ്റുന്ന ആളുകളല്ല. നിങ്ങൾ ഡബിൾ മൈൻഡ് അല്ലാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരു വലിയ വീഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതിൻ്റെ ആ ഒരു മെൻ്റൽ ഡിപ്രഷനിൽ നിന്നൊക്കെ കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി. അപ്പോൾ ആ വ്യക്തിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ചാൻസ് നിങ്ങളൊന്ന് കൊടുക്കുക, മൂവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൊടുക്കുക. അപ്പം മുന്നോട്ട് മൂവ് ചെയ്യുന്നത് വഴി അവർ പല കാര്യങ്ങൾ പഠിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, പല സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിത ശൈലി, നിങ്ങളുടെ ജീവിത സാഹചര്യം, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ വിശ്വസിക്കാമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതൊക്കെ. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുക. അവർ തിരിച്ചു വരാൻ പല സമയത്തും ആഗ്രഹിക്കുന്നുണ്ട്, പല സമയത്തും കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പിൻവിളിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ്. പല സമയത്തും നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് നിങ്ങൾ ബിലീവ് എന്ന് യൂണിവേഴ്സ് ഇങ്ങോട്ട് ചോദിച്ചത്.
നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. പല സ്റ്റേജിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വിശ്വസിച്ച് പ്രവർത്തിക്കുക, വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പൊട്ടത്തരത്തിലിരിക്കാതെ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ. മെഡിറ്റേഷൻ്റെ പ്രാധാന്യം ഫസ്റ്റ് പൈലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവരൊന്ന് പോയി കാണുക. എല്ലാ പൈലും ഒരുപോലെ നിങ്ങൾക്ക് കിട്ടിയെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പൈലിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ അടുത്ത പൈല് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു റെസനേഷൻ സംഭവിക്കും. അപ്പോൾ മെഡിറ്റേഷൻ വിൽ ബ്രിങ് ആൻസർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറേ കാര്യത്തിനുള്ള ഒരു ഉത്തരം. ഇപ്പോൾ ഇങ്ങനെ ഡബിളിങ് സിറ്റുവേഷൻസ് ഒക്കെ വരുന്നില്ലേ, ഇതാണോ അതാണോ ശരി എന്നൊക്കെ അറിയാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടൊരു തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ആൻഡ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് വഴി ആസ്ക് യുവർ ഏഞ്ചൽസിനോട് പല കാര്യങ്ങളും ചോദിക്കുക. ഏഞ്ചൽസിൻ്റെ അടുത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുന്ന വഴി നിങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. സോ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ അടുത്ത പൈല് കൂടി കാണുക. അപ്പോൾ അടുത്ത പൈലിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പൈല്, നമ്മുടെ 4th പൈൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പൈല്, 4th പൈല്. മനസ്സിലായോ? ക്ലിയർ കോഡ്സ്. നമുക്കിതിൽ വന്നിട്ടുള്ളത് മെയിൻ കോഴ്സായിട്ട് വന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് റിമെയിൻ പോസിറ്റീവ്. പോസിറ്റിവിറ്റി റിമെയിൻ ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. ആൻഡ് അതിൽ ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ നമുക്കതും കൂടെ ഇതിൻ്റെ ഇടയിൽ ചിന്തിക്കാം. ഇതിൽ പറയുന്നത് വളരെയധികം ആഗ്രഹിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട് സ്വന്തം കൈയും കാലൊക്കെ കെട്ടപ്പെട്ട രീതിയിലിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് എന്ന് അറിയാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റിമൈൻ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ വ്യക്തിയോട് പ്രണയം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളുമായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുകയാണ്, ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളോ അവരോ ഇത് ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മടി കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ വളരെ മടിയായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നല്ല രീതിയിൽ പോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ് കേട്ടോ. കാരണം നിങ്ങളുടെ വായിലെ നാവ് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ രണ്ടായി നിൽക്കുന്നു എങ്കിൽ, ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ രണ്ടായിട്ട് മാറിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വായിലെ നാവ് കൊണ്ട് മാത്രമാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്, കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പം കാത്തിരിപ്പിലാണ്. കാത്തിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അടങ്ങാത്ത കടൽ പോലെ. മനസ്സിലായ? കാത്തിരിക്കയുടെ എല്ലാവരുടെയും മനസ്സ് അങ്ങനെയാണ്, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിരമാല പോലെ, അല തല്ലുന്ന തിരമാല പോലെയൊക്കെയാണ് കാത്തിരിക്കുന്നവരുടെ ലൈഫ്, ജീവിതം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ നിന്ന് ചിന്തിക്കുകയാണ്, എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, നേടിയെടുത്ത കാര്യങ്ങൾ, ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും ഇനി എന്തിന്, ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കത് നേടിത്തരും എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ചില കാര്യങ്ങളുടെ ഡിസ്ട്രാക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു വിരഹത്തിൻ്റെ, ഒരു അകൽച്ചയുടെ സ്വരമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ്സിൽ. നിങ്ങളൊരു ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ ദുഃഖിതയായിട്ടിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. ദുഃഖിതനും ദുഃഖിതയും, ഓക്കെ തെറ്റിപ്പോയി. അങ്ങനെ ദുഃഖിതനും ദുഃഖിതയുമായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വിരഹം വളരെ വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും സ്പെഷ്യലാണ്. കാരണം നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്ന, അത്രമാത്രം വളരെ ക്രേസി ആയിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളാണ്. എങ്ങനെയൊക്കെ സ്നേഹിച്ചാലാണ് ഏറ്റവും കൂടുതൽ അവൻ എന്നെ സ്നേഹിക്കുക, അവൾ എന്നെ സ്നേഹിക്കുക, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അത്രയ്ക്കും
പോസിറ്റീവായിട്ടിരുന്ന വ്യക്തികളാണ് ഒരു സമയം വരെ. പക്ഷെ ഇപ്പം നിങ്ങൾ വളരെയധികം നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ നിങ്ങളൊരു ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടില്ലേ, ഒരു റീയൂണിയനൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. ഒരു റീയൂണിയനൊക്കെ നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. ഓക്കെ. ആൻഡ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അഫേം ചെയ്യുക. മുടികൾ നരയ്ക്കുന്നതോ മുടികൾ കൊഴിയുന്നതോ ചർമ്മം ചുളിയുന്നതോ ഒന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ കാത്തിരിക്കാമെന്നാണോ? എത്ര കാലം, എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും എൻ്റെ വ്യക്തി എനിക്ക് വേണ്ടി. നിങ്ങളും ഒരു ചെറുവിരലെങ്കിലും അനക്കണം ഈ വ്യക്തി എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു വിരൽ നിങ്ങൾ അനക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ട്. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ കെട്ടപ്പെട്ടൊരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. ഓർത്തിരിക്കാൻ നീ തന്ന ഓർമ്മകൾ ഇനിയുള്ള കാലം ജീവിക്കാൻ മതിയാകുമോ? എന്നാലും ആശിച്ചു പോകുന്ന ഞാൻ എൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിൽ. മനസ്സിലായോ? ഇങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഓർത്തിരിക്കാൻ ഇപ്പം നീ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു വേർഡായിരിക്കും. ഓർത്തിരിക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ, അതും വെച്ച് ഓർത്തിരുന്നോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഓർത്തിരിക്കാൻ ഒരുപാട് ഓർമ്മകൾ നീ തന്നിട്ടുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ അത് മതിയാവുമോ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ? എന്നാലും ഞാൻ വിചാരിക്കുന്നു, ചിന്തിക്കുന്നു, ആശിക്കുന്നു എൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് പ്രണയം, അതാണ് സ്നേഹം. അപ്പോൾ നിങ്ങൾ അവരുടെ ഉള്ളിലുള്ള തോന്നലുകളാണ് ഞാൻ ഈ പറഞ്ഞത്. പോസിറ്റീവായിട്ട് പിന്നെയുള്ളൊരു കോട്ടാണ് ഇത്. ഞാൻ മുന്നേ എഴുതി വെച്ചിട്ടുള്ളതാണ്. എനിക്കത് ഇവിടെ പറയാൻ തോന്നുന്നു. ഒഴിഞ്ഞു മാറണം, ഒഴിവാക്കപ്പെടാൻ പോകുന്നു എന്നറിയും മുൻപേ. നിങ്ങൾ എന്തെങ്കിലും കാര്യം കൊണ്ട് അവരെ ഒഴിവാക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ അവരെ ഒഴിവാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം അവരുടെ മനസ്സിൽ കിടന്നത് കൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. ആൻഡ് ഒരു ഡയലോഗും കൂടെ ഞാനിത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് ഈ സമയം വായിക്കേണ്ട മനസ്സെന്തോ പറയുന്നു. അത് അവർക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. നിൻ്റെ മനസ്സറിയാതെ നിന്നെ സ്നേഹിച്ചത് എൻ്റെ തെറ്റ്. പക്ഷേ ഇത്രയ്ക്കും അധികം നിന്നെ സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാതെ പോയത് നിൻ്റെ തെറ്റ്. മനസ്സിലായോ? നിൻ്റെ മനസ്സറിയാതെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്, നിൻ്റെ താല്പര്യം അറിയാതെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. അതൊക്കെ എൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത്രയ്ക്കും അധികം നിന്നെ സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാണ്ട് നീ പോയി, അതാണ് നിൻ്റെ തെറ്റ്. അപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് റിമെയിൻ ചെയ്യുക. ഈ 3 കോട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, ഗ്യാരണ്ടീഡാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക, മുന്നോട്ട് നീങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നമുക്ക് ഒറാക്കിൾ മെസ്സേജസ്, ഏഞ്ചൽസ് മെസ്സേജസ് ഒന്ന് ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളും ഇത്രയും കാലം മനസ്സിൽ കൂട്ടി പെരുപ്പിച്ച് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ ദ്വേഷിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലായോ? ആ കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ അറിയുന്ന, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ചില പ്രവർത്തികളും പെരുമാറ്റവും ബിഹേവിയറും മൂലം മാറി നിൽക്കേണ്ടി വന്നതിൽ അവരിപ്പോൾ ഖേദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ 3 കോട്ട്സ് ഞാൻ വായിച്ചത്. ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. എന്തെങ്കിലും കാര്യത്തിന് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരും, പല ആൻസർ കിട്ടേണ്ട സിറ്റുവേഷൻസ് വരും. ലെറ്റ് ഗോ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് ചില ആൻസേഴ്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട്, അടുത്ത സുഹൃത്തുക്കളോട്, അത്രയും സ്നേഹിക്കുന്നവരോട്, ആത്മാർത്ഥമായിട്ട് കാണുന്നവരോട് ചോദിക്കുക. നിങ്ങളുടെ വ്യക്തി, ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫ്യൂച്ചർ സ്പൗസ് ആവുകയാണെങ്കിൽ അത്രയ്ക്കും സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. വളരെ സാധ്യതകളുണ്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒന്നിക്കാനായിട്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഈ ഒരു റീഡിംഗ് മാത്രം നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ ബാക്കിയുള്ള പൈൽസും കൂടി കണ്ടു നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 3 ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സബ് ചെയ്ത് വെക്കുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ.